26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. റേഷൻ കടകളിൽ ഈ നിരീക്ഷണം ഊർജിതമാക്കുന്നു. ഇതിനായി എല്ലാ റേഷൻ കടകളിലും ഇലക്ട്രോണിക് അളവ് തൂക്ക യന്ത്രം നിർബന്ധമാക്കും. കള്ളത്തൂക്കം പിടിക്കാനാണ് പുതിയ നീക്കം. റേഷൻ കടകൾ അടിമുടി മാറാൻ പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഡിജിറ്റൽ സംവിധാനങ്ങളാണ് ഓരോ റേഷൻ കടകളിലും ഇനി ഉണ്ടാകുക. പ്രത്യേകിച്ച് കള്ളത്തൂക്കം പിടിക്കാനും അർഹരുടെ കൈകളിൽ തന്നെ റേഷൻ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുമായി റേഷൻ കടകളിൽ ഈ നിരീക്ഷണം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഇതിനായി എല്ലാ റേഷൻ കടകളിലും ഇലക്ട്രോണിക് അളവ് തൂക്കി യന്ത്രം നിർബന്ധമാക്കും. നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണ് ലക്ഷ്യം. റേഷൻ വിതരണ സോഫ്റ്റ്വെയറിൽ ഗുണഭോക്താവിന്റെ ചിത്രം തെളിയുന്ന തരത്തിലായിരിക്കും വ്യത്യസ്തത കൊണ്ടുവരിക. കൂടാതെ റേഷൻ കടകളെല്ലാം ആധുനീകരിക്കുമെന്നും ഭക്ഷ്യമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല ഇ-പോസ്, ഈ അളവ് തൂക്കിയന്ത്രം എന്നിവ ഉപയോഗിച്ച് റേഷൻ വിതരണം കാര്യക്ഷമമാക്കാൻ കേന്ദ്ര നിർദ്ദേശം വന്നിട്ട് വർഷങ്ങളായിട്ടുണ്ട്. LDF സർക്കാരിന്റെ കാലത്ത് ഇതിനൊരു ശ്രമം നടന്നിട്ടില്ല. എന്നാൽ ഇപ്പോഴിതാ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഓരോ റേഷൻ കടയിലും എത്തുന്നത്. ഓരോ റേഷൻ കടകളിലും ഈ മാറ്റം വരുന്നതോടുകൂടി തന്നെ അർഹരുടെ കൈകളിലേക്ക് തന്നെ റേഷൻ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. മാത്രമല്ല ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കള്ളത്തൂക്കം ഇനി നടക്കില്ല. കൂടാതെ ചില റേഷൻ കടക്കാർ ഭക്ഷ്യധാന്യം വിതരണം ചെയ്തതിന്റെ മുഴുവൻ തുകയും അടയ്ക്കാറില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പരാതികൾ. അളവിലുള്ള വ്യത്യാസവും ചില സമയങ്ങളിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പുമൊക്കെ നടക്കാറുണ്ടെന്നും പരാതിയിൽ പറയുന്നു. കേന്ദ്ര സർക്കാരാകട്ടെ റേഷൻ വിതരണത്തിൽ കാര്യക്ഷമത ഉറപ്പാക്കാൻ തുടർച്ചയായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ നിരീക്ഷണ പദ്ധതി കൂടെ നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.